ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയിൽ നിന്ന് നമ്മുടെ അളകനന്ദ ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ്. നമ്മുടെ അളകനന്ദ എന്ന് പറയുമ്പോൾ നല്ലൊരു പ്ലെയർ ആയിരുന്നു കേട്ടോ. ചിലപ്പോൾ പിടിച്ചു നിന്നിരുന്നെങ്കിൽ അടിപൊളി പ്ലെയറായിട്ട് മാറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അഗ്നി പരീക്ഷ എന്ന് പറയുമ്പോഴേ ഈ ഒരു കണ്ടൻഷൻസായി എത്തുന്നവർക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതായത് കിട്ടുന്ന ഒരു മിനിറ്റ് ആണെങ്കിലും ഒരു സെക്കൻഡ് മിസ് ചെയ്യാതെ മാക്സിമം അവിടെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഈ മത്സരാർത്ഥികൾ മനസ്സിലാക്കിയിട്ടില്ലാന്ന് കേട്ടോ. നമുക്ക് എത്ര ടാലൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ. ശരിക്കും ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ജഡ്ജസിൻ്റെയും അതുപോലെ നമ്മുടെ ഈ ഒരു ഷോ നടത്തുന്നവരുടെ മുന്നിലും അതുപോലെ ഓഡിയൻസിൻ്റെ ഒക്കെ മുന്നിൽ ഈ ഒരു അവസരം തെളിയിക്കാൻ കിട്ടുന്ന ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല കേട്ടോ. പക്ഷെ എന്തുകൊണ്ടോ അളകനന്ദയ്ക്ക് ഇവിടെ അതിന് സാധിച്ചിട്ടില്ല കേട്ടോ. നല്ലൊരു കണ്ടസ്റ്റൻസ് ആണ്, അടിപൊളിയായിട്ട് സംസാരിക്കാൻ അറിയാം, സ്മാർട്ടാണ്. പക്ഷേ എന്തോ അഗ്നി പരീക്ഷയിൽ നിന്ന് ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ 4 പേര് പുറത്തു പോയി കേട്ടോ. എന്നാൽ ഇപ്പോൾ ഈ പുറത്തായിരിക്കുന്ന 4 പേരുണ്ടല്ലോ, അത്യാവശ്യം നല്ല കഴിവുള്ള വ്യക്തികളാണ് കേട്ടോ. എന്നാൽ ഈ അഗ്നി പരീക്ഷ എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണല്ലോ. ആ ഒരു കടമ്പ ചാടിക്കിടക്കാൻ വേണ്ടി നമ്മുടെ ഈ 4 പേർക്കും സാധിച്ചിട്ടില്ല. എന്നാലും അവരുടെ ഈ ഒരു അവരുടെ ഈ ഒരു ബിഗ് ബോസ് എന്നുള്ള ആ ഒരു എന്തായാലും അവരുടെ ഈ ബിഗ് ബോസ് എന്നുള്ള ഒരു ജേണി ഉണ്ടല്ലോ, അതിവിടെ അവസാനിക്കുന്നു തോന്നില്ല കേട്ടോ. മിക്കവാറും ശക്തമായിട്ട് അവർ തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.